ഞാൻ പറഞ്ഞത് മനസ്സിലായോ മീരിക്ക്? മനസ്സിലായി നന്ദേട്ട. ഇനി ഞാനിത് ശ്രദ്ധിച്ചോളാം. എന്നാ പിന്നെ മീര പോയിക്കോ. നിന്നെ പോലെ പത്രാസൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ആത്മാഭിമാനമുള്ളവരാ അവരൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് വെറുതെ അടി വാങ്ങിക്കാൻ നിൽക്കണ്ട. എന്റെ ഭാര്യ എന്ന ലേബലിലുണ്ട്. അതിന്റെ നാണക്കേട് നിന്നെക്കാളും എനിക്കാ. എന്നാലും എന്റെ വിനയനങ്ങളെ വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇഷ്ടമെങ്കിൽ ഇതെടുക്കാം. മതിയോ? ഇഷ്ടായി സച്ചേട്ടാ. ആണോ? സച്ചി, കിരൺ, ഭാഗ്യം നീ തന്നെയാണെന്ന് സംശയം ഉണ്ടായിരുന്നു. എത്ര നാളായിടാ കണ്ടിട്ട്? ഞാൻ ഫാമിലിയായിട്ട് വിദേശത്താ. ഓ, ഇതാ എന്റെ വൈഫ് താര. ഹായ്. ഇതെന്റെ മോള് വൈക. നീ പറയ വിശേഷങ്ങള്. എത്ര വർഷം കഴിഞ്ഞാ കാണുന്നത്? പറയത്തക്ക വിശേഷമൊന്നുമില്ലടാ. പിന്നെ ഇതാ എന്റെ ഭാര്യ അർച്ചന. അർച്ചന, ഇത് കിരൺ. ഞങ്ങള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. അർച്ചന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ. അല്ലെങ്കിൽ തന്നെ ഇവന്റെ ഭാര്യക്ക് എന്തിനാ ജോലി? നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? അത് ഇവരുടേതാ. നീ വാ സച്ചി, ചോദിക്കട്ടെ കാര്യങ്ങള്. ഓ, പിന്നെ പറയ്, എങ്ങനെ പോകുന്നു ബിസിനസ്സും പരിപാടിയൊക്കെ? കുഴപ്പമില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ? ഒരു കുഞ്ഞൊന്നും ആയില്ലേ? ആവാത്തതാണോ അതോ തൽക്കാലം വേണ്ടെന്ന് വെച്ചതാണോ? തൽക്കാലം വേണ്ടെന്ന് വെച്ചതാ. ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അത് വലിയൊരു മണ്ടത്തരാ സച്ചി. ഈശ്വരനെ അനുഗ്രഹിച്ച ഒരു കുഞ്ഞൊക്കെ കിട്ടുന്നത്, ആ അനുഗ്രഹം നമ്മളായിട്ട് അവധിക്ക് വെച്ചാ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഈശ്വരൻ തരണമെന്നില്ല. ഞങ്ങളും ആദ്യം വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഈശ്വരൻ കൈമലർത്തി. പിന്നീട് കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വന്നു. പ്രാർത്ഥനയുടെയും പൂജയുടെയും ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കിട്ടിയത്. അതുകൊണ്ട് ആദ്യത്തെ കുഞ്ഞ് എത്രയും വേഗം വേണമെന്ന് തീരുമാനിക്കണം കേട്ടോ. വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കിരണേ. തൽക്കാലം വേണ്ടെന്ന് തീരുമാനിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടം നിങ്ങളുടേതാ, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അർച്ചന ഹൗസ് വൈഫ് അല്ലേ? അപ്പോ കുഞ്ഞിനെ നോക്കാനൊക്കെ സമയം കിട്ടുമല്ലോ. വെറുതെ ഇരുന്ന് ബോറടിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കുഞ്ഞും കൂടെ ഉള്ളത് തന്നെയാ. സമയം പോവാനേ ഇതുപോലെ ഒരെണ്ണം വീട്ടിലുള്ളത് നല്ലതാ. പിന്നെ ചില നേരത്ത് ഭ്രാന്ത് പിടിപ്പിക്കുമെങ്കിലും അതൊരു സുഖമുള്ള ഭ്രാന്ത് തന്നെയാ. അതിപ്പോ ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. നോക്കിക്കോ താര, അടുത്ത തവണ നാട്ടിൽ വരുമ്പോ സച്ചി ഒരു അച്ഛനും അർച്ചന ഒരു അമ്മയായിരിക്കും. ഉറപ്പാ അത്. അപ്പോ നിങ്ങളുടെ പർച്ചേസ് നടക്കട്ടെ. എനിക്ക് 2 മാസം ലീവ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ ഓഫീസിലേക്ക് വരാം. ശരിടാ, കാണാം. ശരി. എന്ത് കാര്യമാണെങ്കിലും
ഞങ്ങളോട് തുറന്നു പറഞ്ഞൂടെ സന്ധിക്ക്? അതിന് നിന്നെ മടിക്കുന്നേ? അതെ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? അതെങ്ങനെ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും എൻ്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട്. എൻ്റെ ഇക്കയുടെ മരണത്തെക്കുറിച്ചുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. ഇക്കയുടെ മരണത്തിന് ഉത്തരവാദിയായ ഡ്രൈവറുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ ചെന്ന് വീട് കണ്ടുപിടിച്ച് അവനെ കൊല്ലാന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് ഓർത്തപ്പോ മണ്ടത്തരായി എന്തെങ്കിലും സംഭവിച്ച ആകെയുള്ള കച്ചിത്തുരുമ്പും ഇല്ലാതാവുമെന്ന് തോന്നി. ആകെ കൺഫ്യൂഷനില്ല ഞാനിപ്പോ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഇന്ത്യക്കാന്റെ കൊലപാതക കേസ് തെളിയിക്കാനുള്ള ഏക തെളിവ് ആ അഡ്രസ്. നിയമം വഴി പോയി, അതായത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണോ അതോ? വേണ്ട ഡോക്ടർ, നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം അത്. ആകെയുള്ള തെളിവ് നശിപ്പിച്ച പിന്നീട് ഒരിക്കലും ശരിയായ പ്രതിയെ കിട്ടിയെന്ന് പോലും വരില്ല. ആദ്യം നമുക്ക് ആ അഡ്രസ്സിലെ ആളെ പോയൊന്ന് കാണാം. അത് ശരിയായ അഡ്രസ്സാണെന്നും അയാൾ അവിടെ ഉണ്ടോയെന്നും വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം പോലീസിൽ വിവരം അറിയിക്കാം. ആദ്യം നമുക്ക് തന്നെ ചോദിക്കാം, ആര് പറഞ്ഞിട്ടാ അവനിത് ചെയ്തതെന്ന്. അവൻ പറയാൻ പോകുന്ന പേര് ആരുടേതായിരിക്കുമെന്ന് നന്ദന് പേടിയുണ്ടല്ലേ? ഇത് ചെയ്തത് അവന്തിക ആവരുതെന്ന എന്റെയും പ്രാർത്ഥന. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ കുടുംബത്തോടുള്ള എന്റെ കടപ്പാട് ഓർത്ത. ഞാൻ കാരണം അവിടുത്തെ മനസ്സമാധാനം പോകൂലോ എന്ന് കരുതിയിട്ട്. വാടക കൊലയാളി അവന്തികയുടെ പേര് പറയുമെന്ന് കരുതി പേടിയുണ്ടോന്ന് സന്ധി ചോദിച്ചില്ലേ? പേടിയല്ല, ഞാൻ ചെയ്യാനിരിക്കുന്നതൊക്കെ നേരത്തെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന ആലോചനയാണ് എനിക്ക്. അതല്ലെങ്കിൽ ഇതുപോലൊരു കേസിൽ അവൾ ജയിലിലായാൽ പുറത്തിറങ്ങുന്നതുവരെയുള്ള എൻ്റെ കാത്തിരിപ്പ്, അതുവഴിയുള്ള അവളുടെ ആയുസിൻ്റെ നീളം, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഒരു കാര്യം ഞാൻ സന്ധ്യയ്ക്ക് വാക്ക് തരുന്നു. സന്ധ്യയുടെ തോരാത്ത കണ്ണീരിന് അവന്തിക കാരണമായെങ്കിൽ ഞാൻ അവൾക്ക് വിധിച്ചിരിക്കുന്ന മരണശിക്ഷ നടപ്പിലാക്കാൻ സന്ധ്യ തുനിഞ്ഞിറങ്ങിയാൽ ഒരാളും സന്ധ്യയെ തടയത്തില്ല. നെല്ലിശ്ശേരിയോട് കടപ്പാടുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആ കടപ്പാട് മനസ്സിലുണ്ടെങ്കിൽ അവന്തികയെ തീർത്ത് കളയുകയാണ് വേണ്ടത്. അതുവഴി എൻ്റെ കുടുംബത്തിനും അവിടുത്തെ ആൾക്കാർക്കും നല്ലത് മാത്രമേ വരത്തുള്ളൂ. നാളെ തന്നെ നമുക്ക് പോവാൻ നന്ദേട്ടാ. അയാളെ കണ്ടുപിടിക്കാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഒരു കോളനിയിൽ അയാൾ താമസിക്കുന്നത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ കുറച്ച് പാടുള്ള ജോലിയാ. എന്ത് പാടുപെട്ടിട്ടായാലും നാളെ അയാളെ നമ്മൾ കാണും. ചിലപ്പോ നാളത്തോടെയാവും എല്ലാത്തിനും അവസാനം. സച്ചി ഇതുവരെ കിടന്നില്ലേ? ഉറക്കം വരുന്നില്ല. അന്നേരം കുറച്ചേരം ഇവിടെ വന്ന് നിൽക്കാന്ന് കരുതി. ഉറക്കം വരാത്തതാണോ നിന്റെ പ്രശ്നം, അതോ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? എടുത്തെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കെന്താ സമാധാനക്കേട്? നന്ദേട്ടനൊപ്പം ഈ വീട്ടിലേക്ക് വന്നപ്പോ മുതൽ കാണുന്നതാ നിന്നെയും സന്ദീപിനെയും സ്നേഹമോളെയൊക്കെ. നിന്റെ മുഖമൊന്ന് വാടിയാ ഏട്ടത്തിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് കള്ളം പറഞ്ഞാലും ഏട്ടത്തി അത് വിശ്വസിക്കില്ല. എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്ന ആളാ നീ വിവാഹത്തിന് മുമ്പ്. വിവാഹം കഴിഞ്ഞപ്പോ ഞാൻ നിന്നോടൊന്നിനെ പറ്റിയും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ.
അതിനർത്ഥം എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ കുറവൊന്നുമല്ല. ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നുമല്ല. നീ നിന്റെ ജീവിതം ജീവിച്ച് പഠിക്കട്ടെ എന്ന് ഞാൻ കരുതിയെന്ന് മാത്രം. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ നിന്നെ ഇതുവരെ കാണാത്ത അവസ്ഥയിലാ കാണുന്നത്. കേട്ട് പറഞ്ഞ അർച്ചനയും നീയും കൂടി സന്ധ്യയെ കാണാൻ പോയി വന്നതിന് ശേഷം. എന്താ നിന്റെ പ്രശ്നം? അന്ന് നിന്നോട് സന്ധ്യ എന്താ പറഞ്ഞേ? ചെക്കപ്പ് ചെയ്തപ്പോ നിങ്ങൾ രണ്ടിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്നോ മറ്റോ പറഞ്ഞോ? നീ എന്തായാലും തുറന്നു പറ സച്ചി. നീ എന്തിനാ ഏട്ടത്തിയോട് മറയ്ക്കുന്നേ? അങ്ങനൊന്നും ഇല്ല ഏടത്തി. ഞാനൊന്നും ആരിൽ നിന്നും ഒന്നും മറക്കുന്നില്ല. ഏടത്തിക്ക് വെറുതെ തോന്നിയായിരിക്കും. അല്ല, എന്റെ തോന്നലൊന്നും അല്ല. നിന്റെ മുഖം കണ്ടാലറിയാം ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണെന്ന്. നീ സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ബോംബും വെച്ച് നീ ഏതുവരെ ജീവിക്കും? അതാ എനിക്കറിയേണ്ടത്. ഏടത്തി, എനിക്ക് ഉറക്കം വരുന്നു. നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഏട്ടത്തി, എന്റെ കാര്യം ഓർത്ത് ഒരു തരത്തിലും ടെൻഷൻ ആവണ്ട. എനിക്കൊരു കുഴപ്പമില്ല. ഗുഡ് നൈറ്റ്. കുഴപ്പം നിനക്കാണോ അതോ അർച്ചനയ്ക്കാണോ? നിനക്കെന്നോട് പറയാൻ മടിയുള്ള കാര്യം നീ പറയണ്ട. അതൊക്കെ ഊഹിക്കാനുള്ള കഴിവെനിക്കുണ്ട്. നീയും അർച്ചനയും സത്യം എത്ര കാലം മറച്ചു വെക്കും സച്ചി? എപ്പോഴായാലും ഇതൊക്കെ എല്ലാരും അറിയണ്ടേ? നിർത്ത്. എന്തൊക്കെയാ ഏട്ടത്തി പറയുന്നേ? എന്താ ഏട്ടത്തിക്ക് അറിയേണ്ടത്? ഞങ്ങൾ രണ്ടുപേരിൽ ആർക്കാണ് കുഴപ്പമെന്നോ? എന്നാ ഞാനേ സത്യം പറയാം. എനിക്കും അർച്ചനയ്ക്കും യാതൊരു കുഴപ്പമില്ല. സമയമാവുമ്പോ അർച്ചന പ്രസവിച്ചോളും. ആ കാര്യത്തില് ഞങ്ങൾക്കില്ലാത്ത വേദനയും വേവലാതിയും ഏട്ടത്തിക്ക് ആവശ്യമില്ല. മുഖം മുറിഞ്ഞൊന്നും പറയണ്ടെന്ന് കരുതുമ്പോ ടോർച്ചർ ചെയ്യാൻ വരുന്നോ? എനിക്കോ അർച്ചനയ്ക്കോ നിലവിൽ ഒരു പ്രശ്നവുമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചു. സച്ചിൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഉറങ്ങുന്നില്ലേ? നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഒന്നും കഴിച്ചതുമില്ലല്ലോ സച്ചേട്ടാ. നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ? സച്ചേട്ടൻ വന്നേ, വാ. ഏയ്, നിനക്കെന്താ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നെ ഊട്ടി ഉറക്കിയാലും നിനക്ക് മനസ്സമാധാനം കിട്ടൂ? ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. അല്ലാതെ പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്. മനസ്സിലായോ? എനിക്കറിയാം എപ്പോ കഴിക്കണം എപ്പോ ഉറങ്ങണമെന്ന്. എന്നെ പഠിപ്പിക്കാനേ ആരും വരണ്ട. ആരും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്കെന്താ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല? എന്നെ ഊട്ടി ഉറക്കിയാലും നിനക്ക് മനസ്സമാധാനം കിട്ടൂ? ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. അല്ലാതെ പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്. മനസ്സിലായോ?
ഞാൻ പറഞ്ഞൊക്കെ തനിക്ക് വിഷമമായല്ലേ? ഇല്ല. എന്തേ? പറഞ്ഞൊന്നും മതിയായില്ലെന്ന് തോന്നുന്നുണ്ടോ സച്ചേട്ടന്? മതിയായില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എടോ, അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ. മനസ്സിലായി. കുറ്റം പറയാണെന്നുള്ള തോന്നൽ വരില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സച്ചേട്ടാ? ഇപ്പൊ താഴെ വെച്ച് സച്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടത് എന്തിനായിരുന്നു? എന്നോടൊന്ന് പറഞ്ഞു തരാമോ? ദേഷ്യം വരാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞേ? താനൊന്നും പറഞ്ഞില്ല. അവന്തികടുത്ത് എന്നോട് ഓരോന്ന് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ താൻ വന്നത്. വല്ലവരോടുള്ള ദേഷ്യം സച്ചേട്ടൻ എന്നോടാണോ തീർക്കുന്നത്? കാര്യം എന്തോ ആയിക്കോട്ടെ, എന്നോട് സച്ചേട്ടൻ എന്തോ ആവാം. ദേഷ്യപ്പെടാം, വേണമെങ്കിൽ തല്ലാം, അതെല്ലാം ഞാൻ സഹിച്ചെന്ന് വരും. പക്ഷെ അതൊക്കെ ഈ മുറിയുടെ ചുവരിനുള്ളിൽ നിന്നാവണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് ഞാൻ മനസ്സറിയാത്തൊരു കാര്യത്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ തരം താഴ്ത്തി കെട്ടുന്നത്, പ്രത്യേകിച്ച് അവന്തിയുടെ മുമ്പിൽ വെച്ച്. സച്ചേട്ടൻ വഴക്ക് പറഞ്ഞതിനേക്കാൾ സങ്കടം എനിക്കതാ. എടോ, മനസ്സിലായി. ഈ ഒരു തവണത്തേക്ക് താനൊന്ന് ക്ഷമിക്കേ. നമ്മുടെ സ്വകാര്യതയിൽ മറ്റൊരാൾ കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് അവന്തികടത്തിയായാലും ആരായാലും. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതിനെ പറ്റി പറഞ്ഞ് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാ ഞാൻ ഏടത്തോട് പൊട്ടിത്തെറിച്ചത്. ഒരു തരത്തിലും സമാധാനം കിട്ടാതിരിക്കുമ്പോൾ അതിന്റെ ഇടയിലാ ഓരോന്നും പറഞ്ഞു വരുന്നേ. സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ മനസ്സമാധാന കേടുണ്ടല്ലോ, അതിലെവിടെയെങ്കിലും അർച്ചന എന്ന് പറയുന്ന പേര് വരുന്നുണ്ടോ? സച്ചേട്ടന്റെ മനസ്സമാധാന കേടിന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എപ്പോഴെങ്കിലും ഒരു കാരണക്കാരിയാവുന്നുണ്ടോ? പറയൂ സച്ചേട്ടാ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും പറയൂ. പറയൂ സച്ചേട്ടാ. ഏയ്, അങ്ങനൊന്നുമില്ല. ഇത് മറ്റു പല കാര്യത്തിലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ ഉള്ള സ്വസ്ഥത പോവാൻ. എന്തൊക്കെയാ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി സ്വസ്ഥത തകരുന്നു. സച്ചേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സച്ചേട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഇതിപ്പോ തോന്നുന്നതല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്നതാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ തന്നെ എന്ത് മറച്ചു വെക്കാനാ? താൻ പറഞ്ഞതുപോലെ തൻ്റെ തോന്നലുകളാവും ഇതെല്ലാം. എന്റെ തോന്നലുകളെല്ലാം പിന്നീട് ശരിയാകാറാ പതിവ്. സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് പിന്നീട് കള്ളമായിട്ട് അനുഭവപ്പെട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നു. അങ്ങനൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഉണ്ടായതൊക്കെ താനതങ്ങ് ക്ഷമിച്ചാളായി. ഒരബദ്ധം പറ്റിയതാ. അത് സാരമില്ല. പെട്ടെന്ന് സച്ചേട്ടൻ അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് സങ്കടം വന്നു, അതാ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യ, താൻ ഒരു കാര്യത്തിനും കരയരുതെന്ന്. എന്നിട്ടും ഞാൻ കാരണം തന്നെ തന്റെ കണ്ണു നിറയുന്നു. അതൊക്കെ ഞാൻ മറന്നു സച്ചേട്ടാ. എപ്പോഴും ഒരാൾക്ക് സന്തോഷത്തോടെ മാത്രം ഇരിക്കാൻ പറ്റില്ലല്ലോ. സന്തോഷം വരുമ്പോ ചിരിക്കണം, സങ്കടം വരുമ്പോ കരയണം. അതല്ലേ മനുഷ്യരെന്ന് പറയുന്നത്. സന്തോഷവും സങ്കടവും അത്ഭുതവും പിരിമുറുക്കവും ഒക്കെ
ഇടയ്ക്കിടയ്ക്ക് നല്ലതാ. അപ്പോഴല്ലേ ജീവിതമാവുന്നത്. പിന്നെ ഞാൻ കരയരുതെന്നും എൻ്റെ മനസ്സ് വിഷമിക്കരുതെന്നും സച്ചേട്ടന് എത്ര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലും എത്ര ശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല. കണ്ണീരെൻ്റെ കൂടപ്പിറപ്പാ, അതാർക്കും മാറ്റാൻ പറ്റില്ല. വലിയ വലിയ സന്തോഷങ്ങൾ വരുമ്പോഴൊക്കെ എനിക്കറിയാം പുറകെ കരയാനുള്ളത് എന്തോ വരുന്നുണ്ടെന്ന്. ഞാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനെന്തോ ഇങ്ങനെ സച്ചേട്ടാ. എടോ, താൻ ഇങ്ങനെ ആയതുകൊണ്ടാ എനിക്ക് തന്നോട് ഇത്ര ഇഷ്ടം.